ഈ യുദ്ധം അവസാനിക്കുന്നത് എപ്പോഴെന്നുള്ള ആശങ്ക തുടരുകയാണ്, ആകാംക്ഷയും തുടരുകയാണ്. പക്ഷേ 6 ആഴ്ചയോളം ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അതെ, 6 ആഴ്ചയോളം എന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോഴും ഈ ഡൊണാൾഡ് ട്രംപ് പല പ്രസ്താവനകളും നടത്തുന്നത് അത് അദ്ദേഹത്തിൻ്റെ ആ മനസ്സിലിരിപ്പ് പലപ്പോഴും ഇങ്ങനെ പ്രകടമായി വരികയാണ്, ഒരു വല്ലാത്ത ഒരു രീതിയിലേക്ക്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരിക്കുന്ന ബ്രിട്ടനെയൊക്കെ കുറിച്ചാണ്. നിങ്ങൾക്ക് വേണ്ടുന്ന എണ്ണ നിങ്ങൾ വേണമെങ്കിൽ പോയി ഹോർമുസ് വഴി കൊണ്ടുവന്നോളൂ, ഞങ്ങൾ നിങ്ങളുടെ സഹായത്തിന് വരില്ല. ഞങ്ങൾക്ക് സഹായം വേണ്ടപ്പോൾ നിങ്ങൾ തന്നില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടുന്ന എണ്ണയുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയി നിങ്ങൾ തന്നെ കൊണ്ടുവന്നോളൂ, ഞങ്ങൾ സഹായത്തിന് വരില്ല എന്നാണ്. അതായത് ഈ നാറ്റോ സഖ്യരാജ്യങ്ങൾ ആദ്യമായിട്ടാണ് അമേരിക്കയുടെ ഒരു ആവശ്യം അതിനോട് അംഗീകരിക്കാതെ അവരുടെ പലപ്പോഴും ഡൊണാൾഡ് ട്രംപ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഈ രാജ്യങ്ങൾ അത് ചെവിക്കൊള്ളാൻ തയ്യാറായില്ല എന്നുള്ളത് അമേരിക്കയെ ഞെട്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഇനി അധിക നാൾ അമേരിക്കയെ സംബന്ധിച്ച് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ, ഈ സഖ്യകക്ഷികളുടെ ഒന്നും പിന്തുണ ഇല്ലാതെ കൊണ്ടുപോകാൻ കഴിയില്ല. അതിനിടെ ഈ അമേരിക്ക വലിയ ആക്രമണം അത് ഇറാനിൽ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇസ്ഫഹാനിൽ ഇന്ന് SKN ബങ്കർ ബസ്റ്റർ ബോംബാണ് അമേരിക്ക അവിടെ ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചത്. അവിടെ അവരുടെ ഇറാൻ്റെ ഒരു സൈനിക ക്യാമ്പാണ്, ബദർ സൈനിക ക്യാമ്പ്. അവിടെ 900 ടൺ ശേഷിയുള്ളതാണ് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറഞ്ഞാൽ. അത് ഈ വലിയ കോൺക്രീറ്റ് സൗധങ്ങളോ അല്ലെങ്കിൽ വലിയ പാറക്കെട്ടുകളോ തുരന്ന് പോകാൻ കഴിയുന്ന ശേഷിയുള്ള ഉഗ്രസ്ഫോടന ശേഷിയുള്ള ഈ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ഇന്ന് അമേരിക്ക ഇറാനിൽ ഇന്ന് ഈ ആക്രമണത്തിനായി ഉപയോഗിച്ചത്. അത് ഈ ചെന്ന് വീഴുന്നിടം തന്നെ കുഴിയാവും. അതുമാത്രമല്ല, അതിൻ്റെ വലിയ ഉരുക്ക് ചട്ടക്കൂടിലാണ്. അത് കൃത്യമായി അതിൽ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുകയാണ് അതിലെ കമ്പ്യൂട്ടറിൽ, അത് എവിടെയാണ് അതിൻ്റെ ലക്ഷ്യസ്ഥാനം എന്നുള്ളത്. അതുകൊണ്ട് കൃത്യമായ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പോയി ആക്രമണം നടത്താൻ ശേഷിയുള്ള മാരക ബോംബുകൾ പോലും ഇപ്പോൾ അമേരിക്ക യുദ്ധത്തിൻ്റെ ഈ ഘട്ടത്തിൽ പോലും ഉപയോഗിക്കുന്നു എന്നുള്ളത് സമാധാനകാംക്ഷികളായ ആളുകളെ ഞെട്ടിക്കുന്നതാണ്. അതിനിടെ പാകിസ്ഥാൻ്റെ വിദേശകാര്യമന്ത്രി ചൈനയിലെത്തിയിട്ടുണ്ട്. ചൈനയിൽ അവർ ഈ മേഖലയിൽ പശ്ചിമേഷ്യയിൽ സമാധാനം പുലരാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നുള്ള അഭ്യർത്ഥനയൊക്കെ നടത്തിയിട്ടുണ്ട്. ചൈനയെ കൂടി മധ്യസ്ഥ ശ്രമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുമോ എന്നാണ് ഇപ്പോൾ പാകിസ്ഥാൻ നോക്കുന്നത്. നമ്മുടെ ഒരു പ്രേക്ഷകൻ ബഷീർ ചോദിക്കുകയാണ്, ആഷ്മി, ഈ യുദ്ധത്തിൽ ആരാ ജയിച്ചത്? ഇപ്പോൾ പുതിയകാല യുദ്ധങ്ങളിൽ ജയ് എന്നൊന്നുമില്ല, എല്ലാവരും പരാജയങ്ങൾ മാത്രമേ ഉള്ളൂ.